നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തിയത് വെറുതെയല്ല. അങ്ങനെ വെറുതെ ഒരു സന്ദർശനത്തിൽ മാത്രം ഒതുക്കാൻ തീരുമാനിച്ചിട്ടില്ല താനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ചയിൽ നിർണായക തീരുമാനങ്ങളാണ് ഉണ്ടായത്. ഇന്ത്യ റഷ്യക്ക് എപ്പോഴും ശക്തിയായാണ് പ്രവർത്തിക്കുന്നത്. അത് അങ്ങനെ തന്നെ വേണം. അതായത് പ്രതിരോധം, ക്രൂഡ് ഓയിൽ മേഖലകൾ ശക്തമായിരുന്ന ഇന്ത്യ റഷ്യ സഹകരണം മറ്റു വാണിജ്യ മേഖലകളിൽ കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നു. കൃഷി, ആരോഗ്യം, മാനവശേഷി കൈമാറ്റം, മാരിടൈം, വിനോദസഞ്ചാരം, മരുന്നു നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ധാരണാപത്രം ഒപ്പിട്ടു. നിലവിൽ 6870 കോടി ഡോളറിന്റെ വാണിജ്യ ഇടപാടുകൾ 10,000 കോടി ഡോളറിലേക്ക് വളരും. ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ റഷ്യയുടെ മറ്റൊരു കാര്യമുണ്ട്. അതായത് റഷ്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ആണവശക്തിയുടെ കാര്യത്തിൽ റഷ്യയെ കൂട്ടുപിടിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ശക്തനായ അല്ലെങ്കിൽ കരുത്തനായ ഒരാൾ കൂടെയുള്ളപ്പോൾ മറ്റൊരാളെ നോക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെയാണ് റഷ്യയെ ചേർത്ത് പിടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. അമേരിക്കയുമായി ചേർന്ന് ലോകത്തിലെ 88% ആണവായുധങ്ങളും ആരുടെ കൈവശമുണ്ട്? നമ്മുടെ റഷ്യയുടെ കൈവശമുണ്ട്. അപ്പോ റഷ്യ നിലവിൽ ആണവായുധങ്ങളുടെ എണ്ണവും ശക്തിയും വർദ്ധിപ്പിക്കുകയാണ്. ആധുനിക ആണവ അന്തർവാഹിനികളും മിസൈലുകളും വികസിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമായാണ് റഷ്യ പറയുന്നത്. ഇപ്പോ റഷ്യയിൽ നിന്നും ആണവശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി പാട്ടത്തിനെടുക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. ഈ വാർത്തകളാണ് ഇപ്പോൾ നിറഞ്ഞിരുന്നത്. 36 വർഷം പഴക്കമുള്ള അകുല ക്ലാസിൽപ്പെട്ട K391 ബ്രാഡ്സ്ക് അന്തർവാഹിനിയാണ് ഇന്ത്യ നാവികസേന വാങ്ങുന്നത്. അതായത് വലിയ രൂപമാറ്റം വരുത്തി INS ചക്ര 3 എന്ന പേരിൽ 2028ഓടെ ഇത് കമ്മീഷൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. 2019 ഇത് സംബന്ധിച്ച 300 കോടി ഡോളറിന്റെ 10 വർഷത്തെ പാട്ടക്കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പിട്ടത്. 2025 അന്തർവാഹിനി ഇന്ത്യക്ക് കൈമാറാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് എങ്കിലും രൂപമാറ്റം വരുത്താനുള്ള പ്രക്രിയകളും ആഗോളതലത്തിലുള്ള ഉപരോധങ്ങളും അത് വൈകിപ്പിക്കുകയാണ്. സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ, അതായത് വളരെ കൈമാറ്റമുള്ള കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകും. അപ്പോ ഇന്ത്യൻ നാവികസേന അംഗങ്ങൾക്ക് പരിശീലനം നൽകുക, ആണവ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യം നൽകുക എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. അതിലെ വ്യവസ്ഥ അനുസരിച്ച് അന്തർവാഹിനിയെ യുദ്ധമുഖത്ത് വിന്യസിക്കാനോ ആക്രമണങ്ങളിൽ ഉപയോഗിക്കുവാനോ ആണവായുധങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന രഹസ്യ പട്രോളിംഗ് ഉപയോഗിക്കുവാനോ പാടില്ല. കൂടാതെ ദീർഘദൂര ആണവ മിസൈലുകൾ അന്തർവാഹിനിയിൽ സജ്ജീകരിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. പുനർരൂപകൽപ്പന പൂർണ്ണമായും റഷ്യയിൽ നടത്തണമെന്നുണ്ട്. അതേസമയം ഇന്ത്യയുടെ ആശയവിനിമയോപാധികളും സെൻസറുകളുമെല്ലാം അതിൽ സജ്ജീകരിക്കാനാകും. റഷ്യയിൽ നിന്നും ഇന്ത്യ വാടകയ്ക്കെടുക്കുന്ന 3ാമത്തെ ആണവ അന്തർവാഹിനിയാണ് ഇത്. 1988 മുതൽ 1991 വരെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ INS ചക്ര 1 ആണ് ആദ്യത്തേത്. 2012 മുതൽ 2021 വരെ ഉപയോഗിച്ചിരുന്ന INS ചക്ര 2 ഉപയോഗിച്ചിരുന്നു. നിലവിൽ ഡീസൽ ഇലക്ട്രിക് എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 17 അന്തർവാഹിനികൾ ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്നു.